എനിക്ക് താല്പര്യമില്ല. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ ഹാവ് നോ ഇൻട്രസ്റ്റ്. ഐ എന്ന് പറയുമ്പോൾ എനിക്ക്, ഹാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ട് എന്നുള്ളൊക്കെ അർത്ഥമാണ് വരാറ്. അപ്പോൾ ഇവിടെ താല്പര്യമില്ല എന്നുള്ളതല്ല. ഐ ഹാവ് നോ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ താല്പര്യം. ഐ ഹാവ് നോ ഇൻട്രസ്റ്റ്. എനിക്ക് താല്പര്യമില്ല. എന്നെ കുറ്റപ്പെടുത്തരുത്. അതായത് എങ്ങനെയാണ് പറയുക? ഡോണ്ട് ബ്ലെയിം മീ. ഡോണ്ട് വേണ്ട, അല്ലെങ്കിൽ ഇവിടെ ചെയ്യരുത്, അങ്ങനത്തെ അർത്ഥം വരിക. ബ്ലെയിം എന്ന് പറഞ്ഞാലാണ് കുറ്റപ്പെടുത്തുക. മീ എന്നെ. ഡോണ്ട് ബ്ലെയിം മീ. എന്നെ കുറ്റപ്പെടുത്തരുത്. എൻ്റെ ബാഗ് ഒന്ന് പിടിക്കാമോ? ക്യാൻ യു ഹോൾഡ് മൈ ബാഗ്? മറ്റൊരാളോട് ചോദിക്കുകയാണല്ലോ. അപ്പോൾ ക്യാൻ യു ഹോൾഡ് എന്ന് പറഞ്ഞാലാണ് പിടിക്കുക. മൈ ബാഗ് എൻ്റെ ബാഗ്. അവൾ എന്തോ പറഞ്ഞു. അതെങ്ങനെയാണ് പറയുക? ഷീ സെഡ് സംതിങ്. ഷീ എന്ന് പറയുമ്പോൾ അവൾ, സെഡ് എന്ന് പറയുമ്പോൾ പറഞ്ഞു. സംതിങ് എന്തോ പറഞ്ഞു. നിനക്ക് എന്നോട് ദേഷ്യമാണോ? ആർ യു ആംഗ്രി വിത്ത് മീ? ആർ യു നിനക്ക്, ആംഗ്രി എന്ന് പറയുമ്പോഴാണ് ദേഷ്യം, വിത്ത് മീ എന്നോട്. നിനക്ക് എന്നോട് പിണക്കമാണോ? ആർ യു ക്രോസ് വിത്ത് മീ? ആർ യു നിനക്ക്, ക്രോസ് എന്നുള്ളതാണ് പിണക്കം എന്നുള്ളത് വരിക. വിത്ത് മീ എന്നോട്. ഞാൻ നാളെ കല്യാണത്തിന് പോകുന്നുണ്ട്. ഐ ആം ഗോയിങ് ടു വെഡ്ഡിങ് ടുമാറോ. ഐ ആം എന്ന് പറയുമ്പോൾ ഞാൻ, ഗോയിങ് പോകുന്നുണ്ട്, ടു വെഡ്ഡിങ് ടുമാറോ. വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ കല്യാണം, ടുമാറോ എന്നുള്ളത് നാളെ. ഐ ആം ഗോയിങ് ടു വെഡ്ഡിങ് ടുമാറോ. ഞാൻ നാളെ കല്യാണത്തിന് പോകുന്നുണ്ട്.